നമസ്കാരം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന വാർത്തകളും അറിയിപ്പുകളും സർക്കാർ അപ്ഡേറ്റ്സുകളും എല്ലാം വിശദമായി പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം അവസാനം പറയുന്ന അപ്ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ആദ്യത്തെ വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭ. നിലവിൽ ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ കേരളം എന്നുള്ളത് ഇത് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യം. 2023 ഓഗസ്റ്റിലും 2024 ജൂണിലും കേരള നിയമസഭ പ്രമേയം പാസാക്കി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര മന്ത്രിസഭ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പാക്കാനാണ് നീക്കം. സംസ്ഥാനത്തിന്റെ സംസ്കാര ഭാഷാപരമായ വ്യക്തിത്വത്തിന് വലിയ അംഗീകാരമായി ഇതിനെ കാണാനായിട്ട് സാധിക്കും. അടുത്ത വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ IT മിഷൻ മുഖേന വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുവാണ്. ഇതിൽ ആർക്കെല്ലാം അപേക്ഷിക്കാമെന്ന് നോക്കാം. 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുറഞ്ഞത് +2 വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമാണ്. ഇതുകൂടാതെ അടിസ്ഥാനമായിട്ടുള്ള കമ്പ്യൂട്ടർ അറിവും അത്യാവശ്യമാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ മികച്ച തൊഴിലവസരമാണ് നൽകുന്നത്. നിലവിലെ അക്ഷയ കേന്ദ്രങ്ങളുടെ ജനപ്രീതിയും വരുമാന സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ നല്ലൊരു സംരംഭമെന്ന് വിലയിരുത്താം. കൂടുതൽ വിവരങ്ങൾക്ക് www.akshaya.kerala.government. എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 9 അടുത്ത വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഭൂവുടമകൾക്ക് യുണീക്ക് ID അടിസ്ഥാനത്തിലുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡ് പുറത്തിറക്കി. ഇത് പുറത്തിറക്കിയത് റവന്യൂ മന്ത്രി K. രാജനാണ്. ഈ ഒരു കാർഡിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമിയുടെ തരം, വിസ്തീർണം, ഉടമയുടെ പേര്, വിലാസം, ഭൂനികുതി, കെട്ടിട നികുതി വിവരങ്ങൾ, വിവിധ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ്, ആധാർ വിവരങ്ങൾ സംയോജനം എന്നിവ ഉൾപ്പെടുത്തി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഈ ഒരു രീതിയിലൂടെ സുരക്ഷ ഉറപ്പാക്കാനാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കെൽട്രോണായും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായിട്ട് ചേർന്നാണ്. ഭാവിയിൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ അപേക്ഷ നൽകുമ്പോൾ പല രേഖകളും ഹാജരാക്കേണ്ട ആവശ്യമില്ലാതാകും. കാർഡ് ID മാത്രം മതിയാകും. അടുത്ത വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഏകദേശം 24 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തിത്തുടങ്ങി. തുക ലഭിക്കാത്തവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അടുത്തത്. അക്കൗണ്ടിൽ ഇതുവരെ തുക ലഭിക്കാത്തവർ 2-3 ദിവസം കൂടി കാത്തിരിക്കേണ്ടതാണ്. കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വിതരണം ആരംഭിക്കും. 5-ാം തീയതിക്ക് മുമ്പ് വിതരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തൊഴിലാളി പെൻഷൻ 1 മാസത്തെ കുടിശ്ശികയായി 1600 രൂപ വിതരണം ചെയ്യുന്നു. കൂടാതെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം പ്രകാരം കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് സംസ്ഥാന വിഹിതവും ചേർത്ത് നൽകുന്നതായിരിക്കും. ചിലർക്ക് 1500 രൂപ, ചിലർക്ക് 1700 രൂപ, ചിലർക്ക് 1800 രൂപ എന്നിങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി തുക കുറച്ച് ദിവസത്തിനകം തന്നെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തത്, സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഫെബ്രുവരി 25 നിരക്ക് പ്രകാരം 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 10 രൂപ വർദ്ധിച്ചു, പവന് 80 രൂപ വർദ്ധിച്ചു. ഇപ്പോൾ ഗ്രാമിന് 14,840 രൂപയും പവന് 1,18,720 രൂപ ായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സ്വർണം വാങ്ങാൻ ആലോചിക്കുന്നവർ വില മാറ്റങ്ങൾ നിരീക്ഷിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും അപ്ഡേറ്റുകളും നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പ്രതിദിനം ഇത്തരത്തിലുള്ള ഡെയിലി അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.